നീ ഞങ്ങളോട് ക്ഷമിക്കണം. നിന്നെ മനഃപൂർവ്വം അസുഖകാരിയാക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത് എന്റെ മരുമകളുടെ സ്ഥാനത്തല്ലല്ലോ, മകളുടെ സ്ഥാനത്തല്ലേ. പിന്നെ തെറ്റ് കാണിച്ചോ വഴക്ക് പറയും, ചിലപ്പോ ശിക്ഷിക്കുകയും ചെയ്യും. അതൊന്നും സ്നേഹമില്ലാത്തതിന്റെ പേരിലല്ല, സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാ. രാജീവനെ US എന്ന് വിളിച്ചപ്പം മോളെ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് കൂടി പക്ഷേ രാജീവേട്ടൻ ആ വീട്ടിലുണ്ടാവണം. അതെന്ത് വർത്തമാനമാ മോളെ നീ പറയുന്നേ? റിസർച്ചിന് വേണ്ടി വിദേശത്തേക്ക് പോയ രാജീവിന് അവിടത്തെ ജോലി മതിയാക്കിയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ? എന്നെങ്കിലും വരുമല്ലോ, അപ്പൊ ഞാൻ വരാം. അത് പറഞ്ഞാ പറ്റില്ല. നിന്നെ ഞങ്ങൾ വല്ലാതെ ദ്രോഹിച്ചു എന്നും പറഞ്ഞു ആരും അവനെ പറഞ്ഞ് പെരുകേറ്റിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം അവൻ എടുക്കത്തില്ല. നിന്നെയും കൊണ്ട് വീട്ടിലേക്ക് പോയില്ലെങ്കിൽ അവൻ ഞങ്ങളെ അവിടെ കിടത്തി പൊറപ്പിക്കില്ല. അവൻ വിളിച്ച് ഞങ്ങളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, പണവും കൃത്യമായിട്ട് അയക്കത്തില്ല. അപ്പൊ അതാണ് കാര്യം. അമ്മയും അമ്മാവനും കൂടി അവനവന്റെ നിലനിൽപ്പ് നോക്കി ഇറങ്ങിയതാണല്ലേ. എന്തായാലും ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ശാരദാമ്മ ഒന്ന് പറ ശാരദാമ്മേ. ഇവളെ നിങ്ങൾ മനോരോഗ ആശുപത്രിയിൽ അടച്ചിടാൻ പോയപ്പോഴേ അവിടുന്ന് രക്ഷിച്ച് അവളെ ഇവിടെ കൊണ്ടുവന്നത് എന്റെ മോള് ശാലിനിയാ. ആ ശാലിനിയോട് ആലോചിക്കാതെ ഞാൻ എങ്ങനെയാ ശാരിക നിങ്ങളോടൊപ്പം പറഞ്ഞു വിടുന്നത്? പിന്നെ ഇവളെ നിങ്ങൾ ഉപദ്രവിച്ചതിന്റെയും കഷ്ടപ്പെടുത്തിയതിന്റെയും കണക്കുകള് ഞാനായിട്ട് എന്തായാലും ചോദിക്കുന്നില്ല. എല്ലാ സങ്കടങ്ങളും പറയുന്ന സർവേശ്വരന്റെ മുന്നിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്.